പ്രിയമുള്ളവരെ, ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനലിന്റെ സവിശേഷത ഈ സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കും മറ്റുമെതിരെ പ്രതികരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സത്യത്തിനും നീതിക്കും സാക്ഷ്യം വഹിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു ചാനലാണിത്. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്തകളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF ഗവൺമെന്റ് അധികാരത്തിലേക്ക് കയറുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ ന്യൂനതകൾ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. രാഷ്ട്രീയപരമായൊരു വിശകലനം നടത്തുന്നതിന് വേണ്ടി അല്ലെ ആരെയെങ്കിലും വിമർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുകയല്ല. എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിന്റെ ഗവൺമെന്റ് ഇത്രമാത്രം ദയനീയമായി പരാജയപ്പെട്ടത് എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വിലയിരുത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉള്ള സർക്കാര് വളരെ വികസനപരമായ കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് ചെയ്തു എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിരവധി വികസന പ്രവർത്തനങ്ങള്, റോഡുകള്, പാലങ്ങള്, നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കി, ഗവൺമെന്റ് ഹോസ്പിറ്റലുകള് എന്ന് വേണ്ട വിവിധ സ്ഥലങ്ങളില് ഈ കാലയളവില് ഈ രാജ്യത്ത് വികസനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കണ്ണുമടച്ച് എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല സംസാരിക്കുന്നത്. എന്റെ ചിന്ത ഇതാണ്: എന്തുകൊണ്ടാണ് ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങൾക്ക് കാഴ്ചവെച്ച ഒരു ഗവൺമെന്റ് ഇത്രമാത്രം ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പുതിയ ഗവൺമെന്റ് അധികാരത്തിലേക്ക് മിസ്റ്റർ VD സതീശന്റെ നേതൃത്വത്തില് ഈ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ആ ഗവൺമെന്റിന് ആനന്ദം മീഡിയയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഒന്നുകൂടെ വരികയാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ദയനീയമായ രീതിയിൽ നമ്മുടെ പിണറായി സർക്കാർ പരാജയപ്പെട്ടതെന്ന് വിലയിരുത്തുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് 13 മന്ത്രിമാരിലധികം ഒറ്റയടിക്ക് തോറ്റുപോയി. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഗവൺമെന്റാണ് മുമ്പുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ആ തോൽവിയുടെ കാര്യമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ സംഘടനകളൊക്കെ തോൽവിയെപ്പറ്റി താഴ്ഘടകം മുതൽ മേൽഘടകം വരെ ചർച്ചകൾ നടത്തുകയാണ്. കോഴിമുട്ട ഉടയ്ക്കാൻ കുറുവടി എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലെ വസ്തുനിഷ്ഠമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ തോൽവിയുടെ മുഖ്യ ഉത്തരവാദി ഈ കഴിഞ്ഞ ഗവൺമെന്റിനെ നയിച്ച ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തോടുള്ള എതിർപ്പും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയോടുള്ള ആൾക്കാരുടെ മനോഭാവവും ഒക്കെ അവർക്കെതിരായ വോട്ടായി മാറുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ധാർഷ്ട്യയോടുകൂടി സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി എത്രമാത്രം അവജ്ഞയോടുകൂടി പൊതുജനങ്ങളെ അദ്ദേഹം നോക്കിക്കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ ഈ സമൂഹത്തിലെ ജനങ്ങൾക്കറിയാം. നമുക്കറിയാം, പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കടക്ക് പുറത്ത് എന്ന് പറയുകയും മുഖ്യമന്ത്രിക്ക് സ്വീകാര്യമല്ലാത്തവരെയൊക്കെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ സംസാരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ അടുത്ത കാലത്ത് കണ്ടു, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ തന്നെ ഒരു മീറ്റിംഗിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുക അത് വീട്ടിൽ പോയി ചോദിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തിപരമായിട്ട് പറയാൻ ഈ അവസരം
ആഗ്രഹിക്കുക. എന്താണ് ആ കാര്യം? എന്നോടാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതേ ശൈലിയില് ഈ പദം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാൻ ബഹുമാന പുരസ്സരത്തോട് അദ്ദേഹത്തോട് ചോദിച്ചേനെ, താങ്കളുടെ വീട്ടിൽ പോയാണോ ചോദിക്കേണ്ടത്, എന്റെ വീട്ടിൽ പോയാണോ ചോദിക്കേണ്ടതെന്ന്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പ്രസംഗ വേദികളിലൊക്കെ പ്രസംഗം അവസാനിപ്പിച്ചു കഴിയുമ്പോൾ അവിടെ അനൗൺസ്മെന്റിൽ നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആളുകള് ആ പ്രസംഗത്തെ ശ്ലാഘിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും, അമ്മാതിരി കമന്റുകളൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അതുപോലെ മൈക്ക് കേടായാൽ മൈക്ക് ഓപ്പറേറ്റർമാരെ രൂക്ഷമായി നോക്കുകയും ആ മൈക്ക് തിരിച്ചു വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു സ്റ്റേജില് അടുത്ത അമ്പലത്തിലെ ഭജനഗാനം കേട്ടപ്പോൾ അദ്ദേഹത്തിന് കരിപൂണ്ടു. പ്രസംഗം നിർത്തി സ്റ്റേജിലിരിക്കുന്നയാളെ പറഞ്ഞയക്കുക, അവിടുത്തെ നടക്കുന്ന ഭക്തിനിർഭരമായ ആ ശ്ലോകം അവിടെ അവസാനിപ്പിക്കുവാൻ. ഒരു ഏകാധിപതിയെ പോലെ, ഏകാധിപതിയുടെ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പെരുമാറുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ രീതിയിൽ അതിനെ വെറും അപലപിക്കുകയും ഈ വക പ്രവർത്തനങ്ങളെ പുച്ഛിച്ച് തള്ളുകയും ചെയ്യുക എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ ജീവിത ശൈലിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. പരിപ്പ് വടയും കട്ടൻ ചായയും കുടിച്ച് പേപ്പർ വിരിച്ച് പിടികത്തുകളിൽ കിടന്നുകൊണ്ട് പാർട്ടി വളർത്തിയ പാർട്ടിയുടെ ഉന്നത തലത്തിലെത്തിയ മുഖ്യമന്ത്രിയൊക്കെ വിദേശ യാത്രകൾ നടത്തുമ്പോൾ ലോകത്തില് അതിൽ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഉന്നതമായ ലോഡ്ജുകൾ എടുക്കുകയും ഒരു ദിവസം 7 ലക്ഷത്തിലധികം രൂപ വാടക കൊടുത്ത് താമസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പത്രദ്വാര മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ലക്ഷോപലക്ഷം രൂപകള് പരസ്യത്തിലൂടെ അദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം നടത്തിയ യാത്രകള് കേരളത്തിലെ പട്ടിണിപ്പാവങ്ങളെ പുച്ഛിക്കുന്ന രീതിയിലുള്ള ദൂർത്തല്ലേ അദ്ദേഹം നടത്തിയത്. കേരളത്തില് മുഖ്യമന്ത്രി പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിക്കുന്നത് 42-ലധികം വാഹനങ്ങള്, മന്ത്രിമാർക്ക് വാഹനങ്ങള്, ആർഭാടപരമായ ജീവിത ശൈലികള്, ഈ വക രീതിയിലെല്ലാം കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം ഈ നികുതി പണം വാങ്ങിച്ചുകൊണ്ട് ഉപദ്രവിക്കുന്ന നടപടികൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ചേർന്ന കാര്യങ്ങളാണോ ഇതെല്ലാം? കേരളത്തിലെ ജനങ്ങളുടെ മനസ്സില് അവരെഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ നല്ല കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു എന്ന് ഞാൻ പറയുമ്പോഴും ഏറ്റവും മൃഗീയമായ രീതിയിൽ അവരെ പരാജയപ്പെടുത്തിയ ജനങ്ങള് മൂലക്കിരുത്തിയത്. പ്രിയപ്പെട്ടവരെ, പുതിയ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ അംഗങ്ങളും അവരും ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്. ധൂർത്തുകൾ ഒഴിവാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് തുടർന്നും ഈ സംസ്ഥാനത്ത് ഭരിക്കുവാനും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും പ്രവർത്തിക്കുവാനും ആ പ്രവർത്തനങ്ങൾ ഒരു അംഗീകാരമായി ജനങ്ങൾ ഏറ്റെടുത്ത് വീണ്ടും അവർക്ക് ഈ ഗവൺമെന്റിന് അധികാരത്തിലെത്തിക്കുവാൻ ജനങ്ങളുടെ മനസ്സിൽ ഈ ഗവൺമെന്റിന് സ്ഥാനം ഉണ്ടാകുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ചാർജ് എടുക്കുമ്പോൾ തന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ വളരെ ശക്തമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകണം. ധൂർത്തുകൾ അവസാനിപ്പിക്കുക, ലളിതമായ രീതിയിൽ ഈ കേരളത്തിലെ ജനങ്ങളെ ഭരിക്കുക, മാതൃകാപരമായ ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് രൂപപ്പെടുത്തി എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി വികസനങ്ങൾ എത്തിക്കുകയും ചെയ്യുവാൻ വി.ഡി. സതീശന്റെ ഗവൺമെന്റ് മുൻപന്തിയിലായിരിക്കട്ടെ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ദാസനായിരിക്കുക എന്നുള്ള ആ തിരുവചനം. പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികള് ജനങ്ങളുടെ ദാസന്മാരാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ഭരിക്കുമ്പോൾ
രാജാവാണെന്ന രീതിയിൽ ഭരിക്കുമ്പോഴും ഉള്ള കാഴ്ചപ്പാടുകളിലുള്ള അന്തരം നമ്മൾ മനസ്സിലാക്കണം. രാജാക്കന്മാരുടെ ഭരണകർത്താക്കള് ജനസേവകരായിട്ട് അവർ മാറുമ്പോൾ ജനഹൃദയങ്ങളിൽ അവർക്ക് സ്ഥാനമുണ്ടാവുള്ളൂ എന്നും തുടർന്നും ഈ സംസ്ഥാനത്തെ മുന്നോട്ട് ഭരിക്കുവാനും കൊണ്ടുപോകാനുള്ള ഒരു സവിശേഷത ഈ കേരളത്തില് രൂപപ്പെടുകയും ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏറ്റവും ലാളിത്യത്തോടുകൂടി ഈ സർക്കാരിനെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി, നമസ്കാരം.